നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 ദിവസമായി കുറയ്ക്കണം എന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുന്നത് ജീവനക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും എന്നാണ് വാദം. മേഖലകളിൽ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 4 പരിമിതപ്പെടുത്തുവാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ച രാജ്യത്ത് ആദ്യമായി ഒരു സ്വകാര്യ സ്ഥാപനം പ്രവൃത്തി ദിനം ആഴ്ചയിൽ 4 ദിവസമായി മാറ്റിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നത്. പ്രതിവാര പ്രവൃത്തി ദിനങ്ങൾ 4 ദിവസമായി പരിമിതപ്പെടുത്തുന്നത് വഴി രാജ്യത്തെ ഗതാഗതക്കുരുക്ക്, ഊർജ ഉപഭോഗം എന്നിവ ഗണ്യമായി കുറയാൻ കാരണമാകുമെന്ന് മാനവ വിഭവശേഷി രംഗത്തെ വിദഗ്ധൻ ഡോക്ടർ ഖലീൽ അൽ ദിയാബി അഭിപ്രായപ്പെട്ടു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ നടത്തിപ്പ് ചെലവ് നിയന്ത്രിക്കുവാനും ഇത് സഹായകമാകും. ജീവനക്കാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും അവരുടെ വ്യക്തിഗത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനും ഇതുവഴി സാധിക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും. ഈ ആശയം ലോകത്തെ പല രാജ്യങ്ങളിലും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർ അൽ ദിയാബി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രതിവാര പ്രവൃത്തി ദിനങ്ങൾ കുറക്കുന്നതിനു പകരമായി പ്രതിദിന ജോലി സമയം ഉയർത്തുവാൻ തൊഴിലുടമകൾ നിർബന്ധിതരാകും. ഇത് കാരണം ജോലിഭാരം വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ചില ജീവനക്കാരെങ്കിലും വിധേയരാകേണ്ടി വരുമെന്ന മറ്റൊരു വശവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൗദിയിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വൻകിട സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വെള്ളി, ശനി ദിവസങ്ങളിലാണ് നിലവിൽ വാരാന്ത്യ അവധി ലഭിക്കുന്നത്. ഇത് ഞായറാഴ്ച ഉൾപ്പെടെ 3 ദിവസമായി വർദ്ധിപ്പിക്കുവാനാണ് സർക്കാർ നേരത്തെ ആലോചന നടത്തിയത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസിന് ഐ ഡിക്ലെയർ സംവിധാനം ഏർപ്പെടുത്തി. യാത്രക്കാർക്കായി സ്മാർട്ട് മൊബൈൽ ഡിക്ലറേഷൻ ദുബായ് കസ്റ്റംസാണ് ആദ്യമായി നടപ്പാക്കുന്നത്. വ്യാപാരത്തിന്റെയും ടൂറിസത്തിന്റെയും ആഗോള കേന്ദ്രമാക്കി ദുബായിയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് നൂതന സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. വിമാനം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിയമവിധേയമായി കൊണ്ടുവരുന്ന വസ്തുക്കൾ, പണം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലൂടെ വിവരം നൽകാൻ കഴിയുന്ന സംവിധാനമാണ് ഐ ഡിക്ലെയർ. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ IT വിദഗ്ധരുടെ കൂട്ടായ്മയായ ഹോസ്പിറ്റാലിറ്റി ടെക് ലീഡേഴ്സ് ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിന് ജോർജിയയിൽ തുടക്കമായി. ഹോസ്പിറ്റാലിറ്റി രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ സമ്മേളനം. മേഖലയിലേക്ക് വരുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ GCC രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിപ്ലവ സൂര്യന് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. മൃതദേഹം എയിംസ് മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ വീട്ടിലും മറ്റന്നാൾ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിലും പൊതുദർശനം ഉണ്ടാകും. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ ആഗസ്റ്റ് 19-നാണ് സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ചും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തു. ये आज बताता है जो रास्ता उन्होंने चुना वो रहेगा. That will be a lodestar for the communist movement in the future. So once again, Lal Salam, Comrade Buddhadev Bhattacharya. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആരോഗ്യനില മോശമായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിചരണം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞിരുന്ന യെച്ചൂരി ഇന്ന് വൈകിട്ട് 3:05 അന്തരിച്ചു. മൃതദേഹം എയിംസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശനിയാഴ്ചയാണ് പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശനം. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സഖാവ് സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും 14-ാം തീയതി രാവിലെ 11 മണി മുതൽ ഇവിടെ AKG ഭവനിൽ സഖാവ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മൃതദേഹം AKG ഭവനിൽ നിന്നും വിലാപയാത്രയായി ഡൽഹി എയിംസിൽ എത്തിച്ച ശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.
CPIഎമ്മിന്റെ സംഘടനാ രംഗത്ത് വ്യാപൃതനായിരിക്കുമ്പോഴും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കൂടി പേരെടുത്ത നേതാവാണ് സീതാറാം യെച്ചൂരി. രാജ്യസഭയിൽ യെച്ചൂരിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. 2005 പശ്ചിമ ബംഗാളിൽ നിന്നാണ് സീതാറാം യെച്ചൂരി ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത്. ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു യെച്ചൂരി. ആണവ കരാറുമായി ബന്ധപ്പെട്ട് CPIഎമ്മിന്റെ വ്യവസ്ഥകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. വ്യവസ്ഥകൾ മൻമോഹൻ സിംഗ് അംഗീകരിച്ചെങ്കിലും പിന്നീട് CPIഎം ഈ വ്യവസ്ഥകളിൽ നിന്ന് പിന്നോട്ടുപോയി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. 2015 ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ഭേദഗതി കൊണ്ടുവന്നതും വോട്ടെടുപ്പിൽ പാസ്സായതും ചരിത്രം. 2017 രാജ്യസഭയുടെ പടിയിറങ്ങി. സീതാറാം യെച്ചൂരി പാർലമെന്റിലേക്ക് തിരിച്ചുവരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന BJP മുതിർന്ന നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളിൽ യെച്ചൂരിയോടുള്ള ബഹുമാനം നിറഞ്ഞു നിന്നിരുന്നു. അരുൺ ജെയ്റ്റ്ലിക്ക് മാത്രമായിരുന്നില്ല ആ ആഗ്രഹമുണ്ടായിരുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും യെച്ചൂരി പാർലമെന്റിൽ വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കോൺഗ്രസ് പിന്തുണയിൽ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കം CPIഎം ബംഗാൾ ഘടകം നടത്തി. എന്നാൽ കേരള ഘടകം എതിർത്തതോടെ ആ നീക്കം പൊളിഞ്ഞു. പിന്നീട് 2020 സമാന നീക്കം ബംഗാൾ ഘടകം നടത്തിയെങ്കിലും അതും നടന്നില്ല. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരുടെ പട്ടികയിലാണ് സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം. റിസർച്ച് ഡെസ്ക് 24. CPIഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ നവോദയ റിയാദ് അനുശോചിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ വിദ്യാർത്ഥി സമരം നയിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്ന നേതാവാണ് സീതാറാം യെച്ചൂരി. സാധാരണ ജനങ്ങൾക്കായി നിരന്തരം സംസാരിച്ചിരുന്ന ദേശീയ നേതാവിന്റെ നഷ്ടം സമകാലിക രാഷ്ട്രീയത്തിൽ ശൂന്യതയാണ് സൃഷ്ടിക്കുകയെന്ന് നവോദയ റിയാദ് പുറത്തിറക്കിയ അനുശോചനക്കുറിപ്പിൽ പറയുന്നു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ പ്രിയതമയ്ക്ക് കരുതലിന്റെ കുട നിവർത്തിയ ജെൻസനും ഒടുവിൽ നിത്യതയിലേക്ക് മടങ്ങി. വാഹനാപകടത്തിൽ മരിച്ച ജെൻസന് നാട് കണ്ണീരോടെ വിട നൽകി. അമ്പലവയൽ ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിലാണ് ജെൻസന് അന്ത്യനിദ്ര. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രതിശ്രുത വധു ശ്രുതിയെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച ജെൻസൺ ആശ്വാസ കാഴ്ചയായിരുന്നു. ഇന്ന് ചങ്കു തുളയ്ക്കുന്ന നോവായി അമ്പലവയലിലെ വീട്ടുമുറ്റത്ത്. പൊതുദർശനം നടന്ന ആണ്ടൂർ ഓഡിറ്റോറിയത്തിലും വീട്ടിലും നിരവധി ആളുകളാണ് നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായ ജെൻസനെ അവസാനമായി ഒന്ന് കാണാനെത്തിയത്. ജില്ലാ കളക്ടർ മേഘശ്രീ, MLA മാർ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ ജെൻസന്റെ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. ഒടുവിൽ അമ്പലവയൽ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. ഓമ്നി വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇനി കണ്ണീരോർമ്മ. 24 വയനാട്. PV അൻവറിന്റെ പരാതികളിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി പോലീസ് മേധാവിയാണ് 4 മണിക്കൂറോളം എടുത്ത് മൊഴി രേഖപ്പെടുത്തിയത്. ADGPക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പരാതി പ്രകാരം DGPക്ക് ചില തെളിവുകൾ കൈമാറിയെന്ന് PV അൻവർ പ്രതികരിച്ചു. സംസ്ഥാന പോലീസ് തലപ്പത്തെ ഒന്നാമൻ രണ്ടാമനായ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്ന അപൂർവ സംഭവമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്നത്. അതും ഭരണകക്ഷി MLAയുടെ പരാതിയിൽ. മലപ്പുറത്തെ സ്വർണം പിടിക്കൽ, റിദാൻ കൊലപാതകം, വ്യവസായിയായ മാമി തിരോധാന കേസ്, ഫോൺ ചോർത്തൽ, തൃശൂർ പൂരം കലക്കൽ, കവടിയാറിലെ കെട്ടിട നിർമ്മാണം തുടങ്ങി PV അൻവർ നൽകിയ പരാതിയിലെ പ്രധാന ആരോപണങ്ങളെല്ലാം 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ DGP ചോദ്യങ്ങളായി ഉയർത്തി. ചിലതിന് രേഖകൾ ഉയർത്തിയും അല്ലാത്തതിന് വിശദീകരണത്തോടെയും ADGP മറുപടി നൽകി. അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരായ IG സ്പർജൻ കുമാറും പങ്കെടുത്ത മൊഴിയെടുപ്പ് ക്യാമറയിൽ പകർത്തി. അൻവറിന്റെ ആരോപണങ്ങൾ യുക്തിക്ക് പോലും നിരക്കാത്തതാണെന്ന് ആവർത്തിച്ച് നിഷേധിച്ച അജിത് കുമാർ സത്യം തെളിയാൻ ആരേക്കാൾ കാത്തിരിക്കുന്നത് താനാണെന്നും DGPയോട് വിശദീകരിച്ചു. ADGPയുടെ മറുപടിയും ഇതുവരെ ശേഖരിച്ച തെളിവുകളും വിലയിരുത്തി അടുത്ത ആഴ്ചയോടെ DGP റിപ്പോർട്ട് നൽകും.
അജിത് കുമാറിനെ മാറ്റണോ എന്നതിലും രാഷ്ട്രീയാരോപണങ്ങളെ പ്രതിരോധിച്ച മുഖ്യമന്ത്രിയുടെ തുടർ നീക്കത്തിലും ഈ റിപ്പോർട്ട് നിർണായകമാവും. തിരുവനന്തപുരത്തെത്തിയ PV അൻവർ ഇന്ന് പോലീസ് മേധാവിയെ കണ്ടു. DGP ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെന്നും അജിത് കുമാർ ADGP ആയി തുടരുന്നത് അന്വേഷണത്തിന് പ്രതിസന്ധിയാണെന്നും PV അൻവർ. പുതുതായി 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വിശാലമായി തെളിവ് തരാൻ നിന്നിരുന്ന ചില ഓഫീസർമാരുണ്ടായിരുന്നു. അവരൊക്കെ ഇദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറാതെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ്. അപ്പോൾ അത് സത്യത്തിൽ തെളിവ് കൊടുക്കുന്നതിൽ എനിക്ക് പ്രതിസന്ധി സത്യസന്ധമായി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും പോലുള്ള ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്ത് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെ എല്ലാം ബന്ധപ്പെടാൻ പ്രത്യേക അന്വേഷണ സംഘം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മൊഴി നൽകിയവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കിട്ടി. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറിയത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അന്വേഷണ സംഘം യോഗം ചേർന്നു. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെല്ലാം ബന്ധപ്പെടാനാണ് തീരുമാനം. മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കും. ഇവരുടെ സ്വകാര്യത സംരക്ഷിച്ചു വേണം മൊഴിയെടുക്കാനെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ചുമതലകൾ വീതിച്ചു നൽകും. ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതിയും സർക്കാരിന് സമർപ്പിക്കും. ബംഗാളി നടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള തീരദേശ IG ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായത്. നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഹർജി 23-ന് വീണ്ടും പരിഗണിക്കും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പിളർപ്പിലേക്ക് പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകൾ തേടി 20 താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചു. പുതിയ നീക്കം അമ്മയിലെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിലാണ് അമ്മയ്ക്ക് ബദലായി പുതിയ സംഘടന എന്ന ആവശ്യമുയരുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 മുൻനിര താരങ്ങൾ സിനിമാ മേഖലയിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു. അവർ പ്രധാനമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എவ்விധമായിരിക്കണം, എന്തൊക്കെയായിരിക്കാം അത് നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചർച്ച ചെയ്തതാണ്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം അമ്മ സംഘടനയുടേതല്ലെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല. അമ്മ സംഘടന അറിഞ്ഞിട്ടില്ല, അമ്മയിലെ 506 പേരും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ, അത് ഉണ്ണികൃഷ്ണൻ സാറല്ല പറയേണ്ടത്. സംഘടനയുടെ നിയമാവലിയോട് വിയോജിച്ച് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നവർ ആ വഴി പോകട്ടെ എന്ന് നടൻ ജോയി മാത്യു പ്രതികരിച്ചു. ഈ ബൈലോയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ സംഘടന ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ. അമ്മ എന്നുള്ള സംഘടന വെൽഫെയർ ഓർഗനൈസേഷനാണ്. ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ല അതിന്. അമ്മയുടെ പ്രവർത്തന രീതികളോട് എതിർപ്പുള്ളവരാണ് പുതിയ ട്രേഡ് യൂണിയൻ ആലോചനകൾക്ക് പിന്നിൽ. പുതിയ നീക്കങ്ങൾ സംഘടനയിൽ പിളർപ്പുണ്ടാക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. 24 കൊച്ചി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെ ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിൽ വിവാദം. മുതിർന്ന അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ച് രംഗത്തെത്തി. വ്യക്തിപരമായ സന്ദർശനമായി കാണാൻ കഴിയില്ലെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതികരിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തിയത്. ഇതിനെ സൗഹൃദ സന്ദർശനമായി കാണാൻ കഴിയില്ല എന്നാണ് ഉയരുന്ന വിമർശനം. നീതി നിർവഹണ സംവിധാനത്തിന്റെ നിഷ്പക്ഷതയിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തുവെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് അഭിപ്രായപ്പെട്ടു. സന്ദർശനം അനുചിതമെന്ന് പ്രശാന്ത് ഭൂഷണും വിമർശിച്ചു. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന നടപടിയെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി PV സുരേന്ദ്രനാഥ്. എന്തുകൊണ്ടും ഇങ്ങനെയുള്ളൊരു സംഭവം ഇന്ത്യയിലെ ആകെയുള്ള ജനങ്ങളുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെ, സ്വതന്ത്ര ഇൻഡിപെൻഡൻസിനെ, അതിലുള്ള കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് സംശയനിഴലിലായെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് കുറ്റപ്പെടുത്തി. വിവാദം അനാവശ്യമാണെന്നും പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ ഗണപതി പൂജയ്ക്കെത്തിയതിൽ അസ്വാഭാവികത ഇല്ലെന്നുമാണ് BJPയുടെ പ്രതികരണം. 24 ഡൽഹി. കേരള അസോസിയേഷൻ ഓഫ് കണക്ടിക്കട്ട് സംഘടിപ്പിച്ച ഓണാഘോഷം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കണക്ടിക്കട്ടിലെ വിൻസറിലുള്ള സേജ് പാർക്ക് മിഡിൽ സ്കൂളാണ് ആഘോഷങ്ങൾക്ക് വേദിയായത്.
700-ലധികം ആളുകളുടെ പങ്കാളിത്തത്തോടെ നടന്ന ഓണാഘോഷ പരിപാടികൾ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ പങ്കെടുത്ത ആഘോഷ പരിപാടിയായി മാറി. പ്രസിഡന്റ് വീണ പിള്ള, വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. മെഗാ തിരുവാതിര, നൃത്തനാടകം തുടങ്ങി കലാപ്രകടനങ്ങളുടെ വേദികൾക്ക് പുറമെ ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. അമേരിക്കയിലുടനീളമുള്ള നിരവധി നൃത്ത സംഘങ്ങളാണ് പരിപാടിയുടെ ഭാഗമായത്. ദിവസങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമായിരുന്നു ഓരോ ഗംഭീര പ്രകടനങ്ങളും. മെഗാ ഡാൻസ് ഡ്രാമയുടെ ആശയവും തിരക്കഥയും ഒരുക്കിയത് ഡോക്ടർ രഞ്ജിത്ത് പിള്ളയാണ്. അനീഷ് കുമാർ സംവിധാനവും സന്തോഷ് ഐനിക്കാട്ട് സഹസംവിധാനവും ചെയ്ത ഡാൻസ് ഡ്രാമയിൽ അജയ് മുരളി, രവി മേനോൻ എന്നിവരും മാവേലിയായി ഡോക്ടർ ഓം പ്രകാശ് പിള്ളയും വേഷമിട്ടു. വിദേശ നാടുകളിലെ മലയാളികൾക്ക് ഒത്തുകൂടാനും കൂട്ടായ്മയുടെ വേദികൾ പങ്കിടാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് KICT ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. 24 USA. സംവിധാന മികവ് കൊണ്ടും ആലാപന ചാരുത കൊണ്ടും ശ്രദ്ധേയമായി ബോസ്റ്റണിലെ കുക്കൂൺ മീഡിയ പുറത്തിറക്കിയ മാവേലി നാട് എന്ന മ്യൂസിക് വീഡിയോ. സംസ്കാരങ്ങളുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾ ഇല്ലാതെ മുഴുവൻ മലയാളികളെയും ഒന്നിപ്പിക്കുന്ന ഓണക്കാഴ്ചകളാണ് വീഡിയോയുടെ പ്രമേയം. സ്ഥിരം കേട്ട് പരിചയിച്ച ഓണപ്പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതുമയുടെ മാധുര്യം നിറച്ചുകൊണ്ടാണ് ബോസ്റ്റണിലുള്ള കുക്കൂൺ മീഡിയ പുറത്തിറക്കിയ മാവേലി നാട് എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നത്. കോവിഡ് കാലത്ത് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് വർഷങ്ങൾക്കിപ്പുറം ഒരു ഓണ സമ്മാനമായി കുക്കൂൺ മീഡിയ മലയാളികളിലേക്ക് എത്തിക്കുന്നത്. ദീപ ജേക്കബ്, ജെയ്സൺ കെ ജോസ് എന്നിവരാണ് കുക്കൂൺ മീഡിയയുടെ അമരക്കാർ. ന്യൂയോർക്കിലാണ് മനോഹരമായ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ന്യൂയോർക്കിൽ നിന്നുള്ള ഓഡ്രി ബഫിംഗ്ടണും മലയാളിയായ ഹരി ഭാസ്കറുമാണ്. അക്കരെ കാഴ്ചകൾ എന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ ജോസൂട്ടി വലിയ കല്ലുങ്കിലാണ് മാവേലിയായി വേഷമിട്ടിരിക്കുന്നത്. ജയതി അരുൺ വരികൾ എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അനില രാജീവാണ്. ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് ഏറ്റുപാടാൻ പുതുമയുള്ള ഒരു ഓണപ്പാട്ട് എന്നതിലുപരി മലയാളക്കരയും ഓണവിശേഷങ്ങളും ലോകമെങ്ങും പരക്കുകയാണ്. മീനു ചേലാടൻ, 24 USA. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.